മോക്ക് ടെസ്റ്റ് ഇങ്ങനെ അനലൈസ് ചെയ്യാതെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകില്ല. ഒന്നാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം സ്റ്റെപ്പ് 2 പ്രോപ്പർ ആയിട്ട് ആ ടെസ്റ്റിനെ വാലുവേറ്റ് ചെയ്യുക. എത്ര എണ്ണം അറ്റംപ്റ്റ് ചെയ്തു, എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം തെറ്റി, നിങ്ങൾ ലെഫ്റ്റ് ലോൺ ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഇത് ചെയ്യുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിന് ശേഷം മൂന്നാമത്തെ അതൊരു പ്രോപ്പർ ടേബിളിലേക്ക് നിങ്ങൾ മാറ്റുക. സോ ദാറ്റ് പിന്നീടും നിങ്ങൾ അനലൈസ് ചെയ്യാൻ ഗുണം ചെയ്യും. അതിനുശേഷം ഒരു റൗണ്ട് പോലെ നമുക്ക് ഈ ചോദ്യങ്ങളെ വീണ്ടും നോക്കണം. ആദ്യമേ തന്നെ തെറ്റിയ ചോദ്യങ്ങൾ എടുക്കണം. തെറ്റിയ ചോദ്യങ്ങൾ എടുത്തിട്ട് എന്തുകൊണ്ട് തെറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാഞ്ഞതാണോ, നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത വഴി നെഗ്ലിജൻസ് വഴി തെറ്റിപ്പോയതാണോ, നിങ്ങളിത് കണ്ടിട്ടേ ഇല്ലയോ, എന്താണ് ആ ചോദ്യത്തിന് പ്രശ്നം പറ്റിയേ എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ലെഫ്റ്റ് ലോൺ ചെയ്ത ക്വസ്റ്റ്യൻസ്, അതായത് വിട്ട ചോദ്യങ്ങൾ, അവിടെ വിടാൻ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാകില്ല, പഠിച്ചിട്ടുണ്ടാകില്ല. അപ്പൊ അത് നിർബന്ധമായിട്ട് നിങ്ങൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തന്നെ അറിയാമായിരിക്കും, നമ്മളൊന്ന് ഗസ് ചെയ്തൊക്കെ ചെയ്തു ശരിയായി, അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളതും നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുക. ഇവിടെയാണ് പ്രോപ്പർ ആൻസർ തിങ്കിങ് പ്രോസസ്സും നിങ്ങളുടെ എക്സാം അവയർനെസ്സും ക്ലിയർ ആകുന്നത്. അതിനുശേഷം ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന ലേണിങ്സ് നിങ്ങൾ വരുന്ന ടെസ്റ്റിൽ പ്രോപ്പർലി യൂസ് ചെയ്യണം, അല്ലാതെ അവിടെ കളയാൻ വേണ്ടിയുള്ളതല്ല. ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റും ഇതേപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആഫ്റ്റർ സം ടെസ്റ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രശ്നം എവിടെയാണ്, എവിടെ നിങ്ങൾ കൂടുതൽ വർക്ക് ഇടണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ടെസ്റ്റ് എടുക്കാൻ ഇനിയും വൈകിക്കല്. സ്റ്റാർട്ടിംഗ് ഫ്രം ജാനുവരി വി വിൽ ബി ഡൂയിങ് ലോട്ട് ഓഫ് ടെസ്റ്റ് ആസ് വെൽ ആസ് അനലൈസിംഗ് ഇറ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.